ഹൈന്ദവ സംസ്കാരത്തെയും വിശ്വാസത്തെയും വീണ്ടും അവഹേളിച്ച എസ്.എഫ്.ഐ. മലപ്പുറം തിരൂരിലെ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിനെതിരെയാണ് എസ്.എഫ്.ഐ. രംഗത്ത് വന്നത്. ഹൈന്ദവ സമൂഹം ആരാധിക്കുന്ന ശ്രീരാമനെ അധിക്ഷേപിച്ച് ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. ശിവദാസ് കന്മനത്തിലേക്ക് പോകുന്നു. ശിവദാസ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമായ ഒരു നീക്കം തന്നെയാണ് എസ്.എഫ്.ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ അവിടെ ശ്രീരാമനെതിരെ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളുമായി എത്തുക എന്ന് പറയുന്നത് തന്നെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വെല്ലുവിളി തന്നെയല്ലേ ഹിന്ദു സംസ്കാരത്തോട് സൃഷ്ടിക്കുന്നത് ഇവർ? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു വെല്ലുവിളി തന്നെയാണ് പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തോടെ എസ്.എഫ്.ഐ. അടക്കം ചെയ്യുന്നത്. നമുക്കറിയാം, മുൻപും അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് എസ്.എഫ്.ഐക്ക് ആധിപത്യമുള്ള ക്യാമ്പസുകളിൽ അവർ പുറത്തിറക്കുന്ന മാഗസിനുകളിൽ അടക്കം അത്തരത്തിൽ ഹിന്ദു ദേവതകളെയും ഹിന്ദു ദൈവങ്ങളെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ടും കവിതകൾ രചിച്ചുകൊണ്ടും അവർ രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെയൊക്കെ തന്നെ അന്നും വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. ചില സമയങ്ങളിലെല്ലാം തന്നെ പിന്നീട് ഈ മാഗസിനുകൾ പിൻവലിക്കേണ്ട സാഹചര്യങ്ങൾ അടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇത്തരത്തിലുള്ള രീതി എസ്.എഫ്.ഐയുടെ ഭാഗത്തു നിന്നും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ മലയാളം സർവകലാശാലയിൽ അടക്കം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ രാമായണ മാസം കൂടിയാണ്. ഈ രാമായണ മാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ശ്രീരാമനുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടക്കുന്ന ഒരു കാലം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ വർഷവും ഇത്തരത്തിൽ രാമായണ മാസമായി ആചരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിലുള്ള തിരൂരിലെ മലയാളം സർവകലാശാല. ദയവായി തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി സാമൂഹ്യ പ്രവർത്തകനായ തിരൂർ ദിനേശ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ തിരൂർ ദിനേശ്, എസ്.എഫ്.ഐയുടെ ഈ നടപടിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? മലയാളിയുടെ രാമായണ കാലങ്ങൾ എന്നുള്ള വിഷയത്തിൽ സെമിനാർ അവതരിപ്പിക്കുമ്പോൾ അവിടെ ശ്രീരാമനെ അവഹേളിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടുമുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിക്കാണിക്കുന്നതിൽ നിന്ന് എസ്.എഫ്.ഐ എന്താണ് അർത്ഥമാക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ ഈ ഹൈന്ദവ സംസ്കാരത്തെ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്? ഇവരുടെ അസഹിഷ്ണുത ആർക്ക് നേരെയാണ്? തികച്ചും വേദനാജനകമായ ഒരു വാർത്തയാണ് മലയാള സർവകലാശാലയിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ തുഞ്ചത്താചാര്യന്റെ ജീവിത ദർശനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഇവിടെ രാമായണത്തെ ഇകഴ്ത്തുന്നതോടൊപ്പം തന്നെ തുഞ്ചത്താചാര്യന്റെ ജീവിത ദർശനങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രചരണം കൂടിയാണ് അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എഴുത്തച്ഛനും അധ്യാത്മരാമായണത്തിനും എതിരായ ഒരു പ്രതിഷേധമാണ് ഇത്. തുഞ്ചത്തെഴുത്തച്ഛന്റെ പേരിലുള്ള തുഞ്ചൻ സ്മാരക, തുഞ്ചൻ മലയാള ഭാഷാപിതാവിന്റെ പേരിലുള്ള ഈ സർവകലാശാലയിൽ ഇത് ഉയരാൻ പാടില്ലായിരുന്നു. എസ്.എഫ്.ഐക്കാരെ പ്ലക്കാർഡുകളുമായി ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയത് ആകസ്മികമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലയാള സർവകലാശാലയിലെ അധ്യാപകർക്ക് ഇതിന് പിന്നിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കമ്മ്യൂണിസ്റ്റുകാരുമായി ബന്ധപ്പെട്ടുള്ള CPM-മായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് സർവകലാശാലയിലെ അധ്യാപകർ. അവരുടെ അനുമതിയോടുകൂടി അനുഗ്രഹത്തോടു കൂടിയാണ് ഇത്തരം ഒരു പ്ലക്കാർഡുമായി രാമായണത്തിന് എതിരായ ഒരു പ്രചരണം നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. സർക്കാരിന്റെയും പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ രാമായണവും മഹാഭാരതവും ചുട്ടരിക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരണം നടത്തിയ പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമാണ് ഇത്. ആ പഴയ കാലത്തെ ആ ഒരു ആശയത്തിൽ നിന്നും, രാമായണവും മഹാഭാരതവും ചുട്ടരിക്കണമെന്ന ആശയത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴും ഒട്ടും പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഈ എസ്.എഫ്.ഐ കുഞ്ഞാടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൻ്റെ ഈ കാര്യത്തിൽ എനിക്കുള്ള ഒരു പ്രധാന ഒരു സങ്കടം എന്ന് പറയുന്നത്, മലയാള ഭാഷാ പിതാവിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ പഠിക്കാൻ ദീർഘകാലം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഇത് ഉടനെ തന്നെ പുറത്തിറങ്ങാൻ പോവുക, മലയാളത്തിൽ ആദ്യമായിട്ടാണ് വരാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മോക്ഷത്തിന് ഭക്തി സിദ്ധ ഔഷധം. ഒരു കാലഘട്ടത്തിൽ ഇവിടെ ജാതി വ്യവസ്ഥകളും ഒക്കെ ഉണ്ടായിരുന്ന കൊടിയ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് തുഞ്ചത്തെഴുത്തച്ഛൻ മോക്ഷത്തിന് ഭക്തി സിദ്ധൌഷധം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് ഭക്തിയിലൂടെ സമൂഹത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടി അധ്യാത്മ രാമായണത്തിലൂടെ ശ്രമിച്ചത്. ആ അധ്യാത്മ രാമായണത്തിലാണ് ഇവിടെ രാമനെ ചീത്ത വിളിച്ചും വളരെ മോശമാക്കിയിട്ടും മറ്റ് കഥാപാത്രങ്ങളെ മോശമാക്കിയിട്ടും SFIക്കാർ ഇത് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ വേദനാജനകമാണ്. മലയാളി ലജ്ജിച്ച് തല താഴ്ത്തണം എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അതെ, ശ്രീ തിരൂർ ദിനേശ്, രാമായണം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതുമാത്രമല്ല, അതിൽ നിന്ന് ഉൾക്കൊണ്ട് ജീവിതത്തിൽ ആർജിക്കേണ്ട പല തത്വങ്ങളും ഗുണങ്ങളുമുണ്ട്. പക്ഷേ അതൊന്നും സ്വീകരിക്കാതെ അവയൊക്കെ എതിർത്തുകൊണ്ട് അതിലെ ശ്രീരാമനെ കുറ്റം പറയുക, അല്ലെങ്കിൽ ഭാര്യയെ കാട്ടിലുപേക്ഷിച്ച് ശ്രീരാമൻ എങ്ങനെയാണ് ഉത്തമ പുരുഷനാകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ SFIയെ ഇതിലേക്ക് ഇറക്കി വിട്ടവരെങ്കിലും ചിന്തിക്കേണ്ടേ ഇവർ സ്വയം അപഹാസ്യരാകുകയാണ് എന്നുള്ളത്. കാരണം ഒരു മികച്ച ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ തെളിവായി ശ്രീരാമൻ അവിടെ നിലകൊള്ളുമ്പോഴാണ് SFI ഇത്തരം ബാലിശമായ ചില പ്ലക്കാർഡുകളും അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ ഒരു തുറന്ന വേദിയിലേക്ക് വരിക എന്നുള്ളത് അവരെ തന്നെ അപഹാസ്യമാക്കുന്ന ഒരു നടപടിയിലേക്കല്ലേ പോകുന്നത്? തീർച്ചയായും ഈ പറയുന്ന ഈ SFIയുടെ മുതിർന്ന ഈ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും ആദ്യം ഈ അധ്യാത്മ രാമായണം വായിക്കണം, അതിന്റെ സാരം ഗ്രഹിക്കണം. അതിന്റെ സാരം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ SFIക്കാരെ കൊണ്ട് ഈ രീതിയിലൊന്നും കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന രീതിയിലുള്ള ഈ കാര്യങ്ങളൊന്നും നടത്താൻ SFIക്കാർക്കോ അല്ലെങ്കിൽ CPMകാർക്കോ സാധിക്കില്ല. ഈ രാമായണത്തിനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലത്ത്, എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ, അധ്യാത്മ രാമായണം അക്ഷരശുദ്ധിയോടുകൂടി വായിക്കാൻ അറിഞ്ഞാൽ മലയാള ഭാഷയിൽ ആ ഒരു കുട്ടി പ്രാവീണ്യം നേടി എന്നാണ് പഴയ കാലത്ത്. ഇപ്പൊ MT വാസുദേവൻ നായർ പോലും ആ കാര്യം പരസ്യമായി പറഞ്ഞു, രാമായണത്തിന്റെ ഒരു വിശിഷ്ടതയെ കുറിച്ച്. മാത്രമല്ല, വ്യക്തിത്വ വികസനത്തിന്റെ മാർഗരേഖയാണ് അധ്യാത്മ രാമായണം. അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടും ഇന്നത്തെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദു അദ്ദേഹത്തെ പറയാം മര്യാദാ പുരുഷോത്തമനായ രാമചന്ദ്രപ്രഭുവിന്റെ മാർഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ മഹത്തായ ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് പ്രശസ്തരായ പഴയകാലത്തെ ആളുകൾ മുതൽ ഇപ്പോഴത്തെ ആളുകൾ വരെ, പണ്ഡിതന്മാരായ ആളുകൾ വരെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം രാമായണം വായിക്കണ്ടേ? രാമായണം വായിക്കാത്തതിന്റെ ഒരു കുഴപ്പമാണ്. അതും അർത്ഥഭാവാദികളോടെ വായിക്കാൻ പഠിക്കുക. അത് മാത്രമല്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, അതിന്റെ ആന്തരാർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ ഈ SFIക്കാരോടും ഈ CPMന്റെ നേതാക്കന്മാരോടും അഭ്യർത്ഥിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എന്നാൽ ഈ ഒരു ഇത്തരത്തിലുള്ള അപമാനം കേരളീയരെ, ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും ശരി, ആന്ധ്രാപ്രദേശിൽ, അവരൊക്കെ ഇത് കേട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഒരു കേരളം ഈ രീതിയിൽ മലയാളി ലജ്ജിച്ച് തലതാഴത്തിന്റെ ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീ തിരൂർ ദിനേശ് പ്രതികരിച്ചതിന്. ശിവദാസിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ശിവദാസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സംസ്കാരത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയാണ് SFI കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ്. പക്ഷേ SFIയോ അല്ലെങ്കിൽ അതിന് അവരെ പ്രേരിപ്പിച്ചവരോ തിരിച്ചറിയുന്നില്ല അവർ സ്വയം അപഹാസ്യരാകുന്ന കാര്യം. കാരണം ശ്രീരാമൻ അല്ലെങ്കിൽ രാമായണ തത്വം എന്താണ് പൊതുസമൂഹത്തെ പറഞ്ഞു മനസ്സിലാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് വെറുതെ ഇങ്ങനെ കുറേ പ്ലക്കാർഡുകളും ഉയർത്തിക്കൊണ്ട് ഒരു പൊതുവേദിയിൽ ഇവർ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം മലയാളി സമൂഹം ഒന്നടങ്കം തന്നെ ആദരിക്കുന്ന, അല്ലെങ്കിൽ സ്വാഭാവികമായും നമുക്കറിയാം രാമായണം എന്ന് പറയുന്നത് മലയാളികളുടെ മനസ്സിനെ കൂടുതൽ അവരുടെ ജീവിതത്തെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള കൃത്യമായ കാര്യങ്ങളെല്ലാം തന്നെ രാമായണത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ എപ്പോഴും ഈ ഒരു മാസക്കാലം രാമായണ മാസമായി ആചരിക്കുന്നത്. രാമൻ കൃത്യമായി തന്നെ മര്യാദാ പുരുഷോത്തമനാണ് എന്ന് പറയുന്നതിനുള്ള കൃത്യമായ കാര്യങ്ങളെല്ലാം തന്നെ രാമായണത്തിൽ ഉണ്ട്. പക്ഷേ ഒരിക്കൽ പോലും